പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് കെ പോരാട്ടം പ്രതീക്ഷിച്ചതുപോലെ ഗോൾ മഴയായില്ല. എന്നാൽ 90 മിനിറ്റും ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ മത്സരം 0-0 സമനിലയിൽ അവസാനിച്ചു. ഈ ഫലം ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനവും നോക്കൌട്ട് റൗണ്ടിലേക്കുള്ള യോഗ്യതയും നിർണ്ണയിക്കുന്നതിൽ നിർണായകമായി. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗൽ പന്തടക്കത്തിൽ മേൽക്കൈ നേടി. ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ, ജാവോ നവാസ്, ന്യൂനോ മെൻഡിസ് എന്നിവർ ചേർന്ന് തുടർച്ചയായ ആക്രമണം നടത്തി. റൊണാൾഡോ ബോക്സിനുള്ളിൽ നിരവധി തവണ അപകടം സൃഷ്ടിച്ചെങ്കിലും കൊളംബിയൻ പ്രതിരോധം അതീവ കരുത്തോടെ നിന്നു. വിറ്റീഞ്ഞയുടെ മിഡ്ഫീൽഡ് നിയന്ത്രണവും ബ്രൂണോയുടെ കൃത്യമായ പാസുകളും പോർച്ചുഗലിന് അവസരങ്ങൾ ഒരുക്കിയെങ്കിലും അവസാന ഫിനിഷിംഗ് പിഴച്ചതോടെ ഗോൾ കണ്ടെത്താനായില്ല. മറുവശത്ത് കൊളംബിയയും വെറും പ്രതിരോധത്തിൽ ഒതുങ്ങിയില്ല. ലൂയിസ് ഡയാസ്, ജെയിംസ് റോഡ്രിഗസ്, ജോൺ ആരിയാസ്, റിച്ചാർഡ് റിയോസ് എന്നിവർ കൗണ്ടർ അറ്റാക്കുകളിലൂടെ പോർച്ചുഗലിനെ നിരന്തരം പരീക്ഷിച്ചു. പ്രത്യേകിച്ച് ലൂയിസ് ഡയാസിൻ്റെ വേഗതയും ഡ്രിബ്ലിങ്ങും പോർച്ചുഗൽ പ്രതിരോധത്തെ പലവട്ടം സമ്മർദ്ദത്തിലാക്കി. ജെയിംസ് റോഡ്രിഗസ് തൻ്റെ പരിചയസമ്പത്തോടെ നിരവധി മികച്ച പാസുകൾ നൽകി ആക്രമണം നയിച്ചു. രണ്ടാം പകുതിയിൽ മത്സരം കൂടുതൽ ആവേശകരമായി. പോർച്ചുഗൽ വിജയ ഗോളിനായി ആക്രമണം ശക്തമാക്കിയപ്പോൾ കൊളംബിയ പ്രതിരോധത്തിൽ അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓരോ ക്രോസും ഓരോ ത്രൂ ബോളും അവസാന നിമിഷം ക്ലിയർ ചെയ്ത് അവർ പോർച്ചുഗലിൻ്റെ പ്രതീക്ഷകൾ തകർത്തു. റൊണാൾഡോയ്ക്ക് ലഭിച്ച ചില അവസരങ്ങൾ പോലും പ്രതിരോധവും ഗോൾ കീപ്പറും ചേർന്ന് തടഞ്ഞു. ഈ മത്സരത്തിൽ വ്യക്തിഗത പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. പോർച്ചുഗലിനായി ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീഞ്ഞയും മധ്യനിരയിൽ മികച്ച നിയന്ത്രണം കാട്ടി. ഇവർ തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ന്യൂനോ മെൻഡസ് ഇടത് വിങ്ങിലൂടെ മികച്ച ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തി. എന്നാൽ അവസാന ടച്ചിൻ്റെ അഭാവം പോർച്ചുഗലിന് തിരിച്ചടിയായി. കൊളംബിയയ്ക്ക് വേണ്ടി ലൂയിസ് ഡയാസ് വീണ്ടും തൻ്റെ ക്ലാസ് തെളിയിച്ചു. ജെയിംസ് റോഡ്രിഗസിൻ്റെ അനുഭവ സമ്പത്ത് മധ്യനിരയിൽ വ്യക്തമായി പ്രകടമായി. റിച്ചാർഡ് റിയോസ് പ്രതിരോധത്തിനും ആക്രമണത്തിനും ഇടയിൽ മികച്ച ബാലൻസ് നൽകി. കൊളംബിയയുടെ പ്രതിരോധ നിര മുഴുവൻ മത്സരവും റൊണാൾഡോയെ ഫലപ്രദമായി നിയന്ത്രിച്ചാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഗോളില്ലാത്ത സമനിലയായിരുന്നുവെങ്കിലും ലോകകപ്പിൽ നിലവാരമുള്ള തന്ത്രപരമായ പോരാട്ടമായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ. പോർച്ചുഗൽ കൂടുതൽ പന്ത് കൈവശം വെച്ചെങ്കിലും കൊളംബിയയുടെ അച്ചടക്കമുള്ള പ്രതിരോധം അവർക്ക് പന്തിൽ പോലെ മുന്നിലുണ്ടായിരുന്നു. പ്രതിരോധം മാത്രമായിരുന്നില്ല കൊളംബിയയുടെ ആയുധം. മികച്ച ആക്രമണങ്ങൾ നടത്തി പോർച്ചുഗലിനെ അവർ നിരന്തരം വിറപ്പിച്ചു. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ കൊളംബിയയുടെ ആക്രമണ ഫുട്ബോളിൻ്റെ സിംഹരൂപമാണ് നമ്മൾ കണ്ടത്. മത്സരം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ പന്ത് വലയിലെത്തിച്ച് കൊളംബിയ പോർച്ചുഗലിനെ ഞെട്ടിച്ചു. പോർച്ചുഗൽ ആരാധകരും കളിക്കാരും ഞെട്ടിവിറച്ചു. എന്നാൽ അത് ഓഫ് സൈഡ് വിളിച്ചപ്പോൾ പോർച്ചുഗൽ തോൽവിയിൽ നിന്നും രക്ഷപ്പെട്ടു. നിലവിൽ 2 മത്സരം ജയിച്ചിട്ട് പോലും കൊളംബിയ പോർച്ചുഗലിനെതിരെ മികച്ച ആക്രമണവും പ്രതിരോധവും ഒരുപോലെ പുറത്തെടുത്ത് വിജയിക്കാനായി ശ്രമിച്ചു. ഈ മത്സരഫലത്തോടുകൂടി നിലവിൽ പോർച്ചുഗൽ രണ്ടാമതായി ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്തു. കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായും ഫിനിഷ് ചെയ്തു. മറുവശത്ത് DR കോങ്കോയും വിജയിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും റൗണ്ട് ഓഫ് 32 എത്തി. നിലവിൽ ഗ്രൂപ്പിൽ നിന്നും 2ാം സ്ഥാനക്കാരായി മാത്രം കയറിയ പോർച്ചുഗലിന് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ശക്തമായ ടീമുകളുമായാണ് ഏറ്റുമുട്ടേണ്ടി വരിക. റൗണ്ട് ഓഫ് 32 മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലിന് ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് എന്നീ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരിടേണ്ടി വരും. അതൊരു ശക്തമായ മത്സരമായിരിക്കും. എന്നാൽ പോർച്ചുഗൽ ഇന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ അർജൻറ്റീനയുമായി ക്വാർട്ടർ ഫൈനൽ കളിക്കേണ്ടി വന്നേനെ. എന്തായാലും നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ പോർച്ചുഗലിന് ഇനിയുള്ള മത്സരങ്ങൾ എളുപ്പമായിരിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.